राधा जय जय राधा जय जय गोपी जना वल्लभा जय गिरिवरधारी जय गोपी जना वल्लभा जय गिरिवरधारी वल्लभा जय गिरिवरधारी जय यशोदनन्दना व्रज जनरञ्जना यशोदनन्दना यशोदनन्दना व्रज जनरञ्जना यशोदनन्दना व्रज जनरञ्जना यशोदनन्दना व्रज जनरञ्जना यमुनतीरावनचारि जय राधा माधव जय बिहारी जय राधा माधव जय बिहारी हरे कृष्णा कृष्ण कृष्णा हरे हरे राम हरे राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे राम 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 हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे कृष्णा कृष्ण कृष्ण हरे राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुर्मीलितं येन तस्मै श्रीगुरवे नमः मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिकान्दा राधाकान्दा नमोस्तुते सप्तकाञ्चन गौराङ्गी राधे वृन्दावन ईश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഇവിടെ ഈ ഒരു സത്സംഗത്തില് വരാനും നിങ്ങളെയൊക്കെ കാണാനും ഇന്ന് ഏകാദശി ദിവസമാണ്. ഏകാദശി ദിവസത്തിൽ ഇത്രയും പേർക്ക് ഇവിടെ ഒന്നിച്ചു കൂടാനും നമുക്ക് ഭഗവാന്റെ തിരുനാമം ജപിക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കി തന്ന ഇവിടുത്തെ ഈ കരയോഗത്തിന്റെ ഭാരവാഹികൾക്കും കഥാമൃത പ്രഭു, അദ്ദേഹമാണ് ഇതിന്റെ കോർഡിനേറ്റർ. അദ്ദേഹം ഇതിന്റെ കരുണ വളരെ വലുതാണ്. അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന ആളാണ്. നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഒരേ അമ്പലത്തിൽ തങ്ങിയിട്ടുണ്ട്. അങ്ങനെ നല്ല പരിചയത്തിൽ ഉള്ള തമ്മിൽ നല്ല പരിചയമുണ്ട് നമുക്ക്. അപ്പം ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു സുപ്രഭാതത്തിലുള്ള ഒരു പരിചയമല്ല. വളരെ വർഷങ്ങളായി നമ്മൾ തമ്മിൽ വളരെ അടുപ്പവും പരിചയവും ഉണ്ട്. അപ്പൊ അദ്ദേഹം സ്വന്തം ജീവിതം തന്നെ ഭഗവാന് വേണ്ടി ഒഴിഞ്ഞു വെച്ച് ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അദ്ദേഹം ഒരു മാർഗദർശിയാണ്. കാരണം അദ്ദേഹം കുടുംബത്തോടെ ജീവിക്കുകയും ഭഗവാന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വിജയിച്ച ഒരാളുമാണ്. അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിന്റെ സത്സംഗത്തിന് സ്വന്തമായി ഒരു ജഗന്നാഥന്റെ ക്ഷേത്രം കരമനയിലുണ്ട്. അപ്പം അവിടെ പിന്നീട് നിത്യപൂജ ഉള്ള ഒരു ക്ഷേത്രമാണ് അവിടെ. അപ്പൊ ഇവര് വർഷങ്ങളായി അവിടെ പിന്നീട് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഇവിടെ വന്ന് ക്ലാസ് എടുക്കാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടിയത് നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. എല്ലാവരും ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണ്. അപ്പൊ അതുകൊണ്ട് മേലില് നിങ്ങളെ ഇവിടുന്ന് ഈ നാട്ടിലുള്ള ഈ പരിസരത്തുള്ളവരെ എല്ലാവരെയും നിങ്ങൾ ഇത് ഇവിടെ നടക്കുന്നത് ഇത് ഒരു സത്സംഗമാണ്. സത്സംഗമുണ്ട്, അസത്സംഗവുമുണ്ട്. ഇവിടെ നമ്മൾ സംഘം ചേരുന്നതിൽ ഇല്ലേ ഇല്ലേ അസത്സംഗം എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തില് പറയാൻ പറ്റും ദുസ്സംഗം എന്നും പറയാം അല്ലേ, ദുസ്സംഗം. അപ്പൊ നമ്മളിവിടെ ഇപ്പം കൂടിയിരിക്കുന്നത് സത്സംഗം. സത് ചിത് ആനന്ദം അല്ലേ. സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശമില്ലാത്ത ഇല്ലേ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നാശമില്ലാത്ത ഒരു പ്രവർത്തനമാണ്, ഒരു സംഘമാണ് നമ്മൾ ചേർന്ന് ഇവിടെ കൂടി ചെയ്യുന്നത് ഇല്ലേ. സത്ത് നാശമില്ലാത്ത ഇല്ലേ അങ്ങനെയുള്ള ഒരു സംഘമാണ് നമ്മൾ ചേർന്ന് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇവിടെ ചെയ്യുന്നത്. അത് പ്രത്യേകിച്ചും ഇത് NSS കരയോഗമല്ലേ ഇവിടെ അല്ലേ ഇത് അപ്പം ഇതിന്റെ അകത്ത് തന്നെ ഒരു പേരുണ്ട്. എന്താണെന്ന് അറിയാമോ? യോഗ എന്നില്ലേ. NSS കരക്കാരുടെ യോഗം ചേരുന്ന ഒരു സ്ഥലമാണ് അല്ലേ. ഇവിടെ NSSന്റെ കരക്കാരെല്ലാവരും ചേർന്ന് യോഗം ചേരുന്ന ഒരു സെന്ററാണ്, ഒരു സ്ഥലമാണ് അല്ലേ. സത്യമല്ലേ അത് അല്ലേ. അപ്പൊ യോഗ. അപ്പൊ ഭഗവത്ഗീതയില് പിന്നീട് 1-ാമത്തെ അധ്യായം നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ അവസാനത്തെ ശ്ലോകം അല്ലേ. അപ്പൊ 1-ാമത്തെ അധ്യായം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവരാണ്. അപ്പൊ അതിൽ അവസാനത്തെ ശ്ലോകത്തില് ഇന്ന് നിൽക്കുകയാണ്. അപ്പോ ഈ ഓരോ ഭഗവത്ഗീതയിലെ ഓരോ അധ്യായങ്ങളുടെയും പേരിനോട് ചേർന്ന് യോഗ എന്ന വാക്ക് ചേർത്തിട്ടുണ്ട് ഇല്ലേ. ഭക്തിയോഗം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? കരയോഗം ഇല്ലേ. കരക്കാരുടെ യോഗം, ഭക്തിയോഗം. അപ്പൊ നമ്മൾ 1-ാമത്തെ അധ്യായത്തിന്റെ പേരെന്താണ്? അർജുന വിഷാദ യോഗം. അർജുനന്റെ വിഷാദങ്ങൾ, വിഷമങ്ങളൊക്കെ ഭഗവാനോട് പറയുന്ന കാര്യങ്ങള് പിന്നീട് അടങ്ങിയിട്ടുള്ളതാണ് ഈ 1-ാമത്തെ അധ്യായം. അർജുന വിഷാദ യോഗം അല്ലെ. അപ്പൊ ആ കാര്യങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ആ കാര്യങ്ങള് ഇതുപോലെയുള്ള ഒരു കരക്കാരുടെ ഈ ഒരു NSS അല്ലെങ്കിൽ ഈ ഒരു കരയോഗത്തില് യോഗം കൂടി നമ്മൾ ആ ഭഗവാന്റെ കാര്യങ്ങൾ നാമ സങ്കീർത്തനം ചെയ്യുകയും
ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടത് ഏതൊരു കരക്കാരുടെയും ഉത്തരവാദിത്വവും നമ്മുടെ പിന്നീട് പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങി വന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങളുമാണ്. അത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ തലമുറയിൽ പെട്ടിട്ടുള്ള ആൾക്കാർ എല്ലാ പേർക്കും ഭഗവാനുമായിട്ട് ആ യോഗ എന്ന് പറയുന്ന വാക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളണം അവർ. അപ്പൊ ആ ഭഗവാനുമായി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പേര് കൊണ്ട്, ഇല്ലേ? ആ വിഷാദ യോഗം, യോഗ എന്ന് പറയുമ്പോൾ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ആ യോഗ എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇവിടെ NSS കരയോഗം യോഗം നമ്മളപ്പോ ആരുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ സെന്ററിൽ നടക്കുന്നത്, ഈ കരയോഗത്തിനകത്ത് നടക്കുന്നത്. കൃഷ്ണനുമായിട്ട് കണക്ട് ചെയ്യുന്ന യോഗ പ്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ കലികാലത്തിലുള്ള യഥാർത്ഥ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ യോഗ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമുക്ക് പറയാനുള്ള യോഗ്യത. അതാണ് യോഗ എന്ന് പറയുന്ന വാക്ക്. നമ്മൾ എന്തെങ്കിലും യോഗ എന്നുള്ള ഒരു വാക്ക് എവിടെയെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വാക്ക് ആരുമായി കണക്ട് ചെയ്യുമ്പോഴാണ് അത് ആ വാക്ക് അവിടെ അർത്ഥവത്താവുന്നത്? ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആ വാക്ക് അവിടെ അർത്ഥവത്താവുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കരയോഗം യഥാർത്ഥത്തിൽ ഇപ്പൊ അർത്ഥവത്തായിരിക്കുകയാണ്. ഏത് വിധത്തില് ഈ യോഗം അർത്ഥവത്തായി? എങ്ങനെയാണ്? നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഇപ്പോ കൃഷ്ണനുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാട്ടുകാർ ഒരുമിച്ച് കരയോഗം കരക്കാർ ഒരുമിച്ച് ചേർന്ന് കൃഷ്ണനുമായി കണക്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് നമ്മളിപ്പോ ഇവിടെ നടത്തി വരുന്നത്, ഇല്ലേ? അതുകൊണ്ട് ഈ യോഗം യഥാർത്ഥത്തിൽ നാശമില്ലാത്തതാണ്. ഭഗവാനുമായി കണക്ട് ചെയ്യുന്ന സംഘം യഥാർത്ഥത്തിൽ നാശമില്ലാത്ത പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. കാരണം ഇന്ന് നമ്മൾ ഒരു മാല മൊത്തത്തിൽ ജപം ചെയ്തു ഏകാദശി ദിവസം. ഈ ചെയ്ത ജപം ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും അതിന്റെ ആ ഫലം, ആ ചെയ്തതിന്റെ ഫലം, നമ്മൾ എന്ത് ചെയ്യുന്നതിനും അതിന്റെ ഒരു ഫലമുണ്ട്. ഇന്ന് നമ്മൾ ഈ ചെയ്ത ഫലം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല. അപ്പൊ നഷ്ടപ്പെട്ടു പോകാത്ത ഫലം യഥാർത്ഥത്തിൽ സത്ഫലം, ആ സത്ത് നഷ്ടമില്ലാത്ത, നാശമില്ലാത്ത ആ ഫലം യഥാർത്ഥത്തിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോഴാണ് അതുണ്ടാവുന്നത് എന്ന് ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നുണ്ട്. കാരണം ഭഗവാൻ നാശമില്ലാത്ത ആ ചിത് പുരുഷനാണ്. നാശമില്ലാത്ത ചിത് പുരുഷൻ, സത് ചിത് ആനന്ദമയമായ ആനന്ദത്വം എപ്പോഴും ആനന്ദ സ്വരൂപനായ ഭഗവാനെയാണ് സച്ചിത് ആനന്ദമയനായ ഭഗവാനെ, കൃഷ്ണനെ അങ്ങനെ പറയുന്നുണ്ട്. സച്ചിത് ആനന്ദമയനാണ് ആര്? നമ്മളൊക്കെ ഇപ്പൊ ഒന്നാമത്തെ അധ്യായം പഠിച്ചപ്പോൾ നമ്മളൊക്കെ ആരാണെന്ന് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കും, ഭഗവാന്റെ ആ ഉപദേശത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയും നമ്മൾ ആരാണെന്നുള്ളത്. ഇപ്പൊ ഒന്നാമത്തെ അധ്യായത്തിന്റെ അകത്ത് നമുക്ക് മൊത്തത്തില് പിന്നീട് അർജുനന്റെ വിഷാദങ്ങളാണ് നമ്മൾ ഇതുവരെ ഈ പറഞ്ഞ 40 പിന്നീട് എത്ര ശ്ലോകമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ മൊത്തത്തിലുള്ളത്? അല്ലേ? 46 ശ്ലോകമാണ് മൊത്തത്തിൽ. ഒന്നാമത്തെ അധ്യായം 46 ശ്ലോകമാണ് ഉള്ളത്. അപ്പൊ അതില് നമ്മൾ 45 അധ്യായം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 46ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്, അല്ലേ? 46ാമത്തെ അതെ. അപ്പൊ 46ാമത്തെ ശ്ലോകം എല്ലാവരും എടുത്തോളൂ. എടുത്തല്ലോ. അപ്പൊ ഞാൻ വായിക്കട്ടെ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോകം 46. സഞ്ജയ ഉവാച ഏവം മുക്ത്വാർജുന സാംഖ്യേ യഥോപപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസാഃ. സഞ്ജയ ഉവാച
ഏവമുക്താർജുന സംഖ്യേ യഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സചരം ശാപം ശോക സംവിഘ്നമാനസാ. സഞ്ജയ ഉവാച. സഞ്ജയൻ പറഞ്ഞു, അർജുനൻ ഏവം ഉക്ത്വ ഇങ്ങനെ പറഞ്ഞിട്ട് ശോക സംവിഘ്നമാനസാഹ ദുഃഖാക്രാന്ത ഹൃദയനായി സശരം ശരത്തോടു കൂടിയ ശാപം വില്ല് വിസൃജ്യ ഉപേക്ഷിച്ചിട്ട് സാഗ്യേ പോർക്കളത്തിൽ രഥോപസ്ഥ തേരിൻ നടുവിൽ ഉപാവിശത് ഇരുന്നു. സഞ്ജയൻ പറഞ്ഞു, അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിൽ ഇരിപ്പായി. എന്റെ ഭാവാർത്ഥം ശ്രീലപ്രഭുപാ ജയ് ശ്രീലപ്രഭുപാ ജയ് ശ്രീലപ്രഭു. ഭാവാർത്ഥം: ശത്രുവശത്തെ സൈന്യസന്നാഹം നിരീക്ഷിക്കാനായി എഴുന്നേറ്റ് നിന്ന അർജുനൻ അത്യന്തം ദുഃഖിതനായി തീർന്ന് അമ്പും വില്ലും ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഇരിക്കുകയാണ്. ദയാലുവും മൃദുല ഹൃദയനും ഭഗവത് സേവ നിരതനുമായ അദ്ദേഹം ആത്മജ്ഞാനത്തിന് അർഹൻ തന്നെ. കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കും. അങ്ങനെ ഈ ഒരു അധ്യായം ഇന്ന് ഈ കരയോഗത്തിന്റെ അകത്ത് നമ്മൾ പൂർണ്ണമായിരിക്കുകയാണ്. അതും നമ്മൾ തുടങ്ങി വെച്ച നമ്മുടെ കഥാമൃത പ്രഭുവിന്റെ സാന്നിധ്യത്തിലാണ് ഇന്നത്തെ ഈ ഒരു അധ്യായം കൂടെ പൂർണ്ണമാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതില് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും നാശമില്ലാത്ത ഈ ഒരു യോഗമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായും ഇതില് നേരിട്ട് ഇടപെട്ട പങ്കെടുത്തവർക്ക് എല്ലാവർക്കും ഈ യോഗത്തില്, ഈ കരയോഗത്തില് അല്ലെങ്കിൽ ഈ അർജുന വിഷാദ യോഗം പഠിക്കുന്നതില് പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകും. അതിൽ ഇനി വേണ്ടാന്ന് പറഞ്ഞാലും രക്ഷയില്ല. നമുക്ക് അത് അനുഗ്രഹം നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അങ്ങനെയാണ്. കാരണം ഇത് നാശമില്ലാത്ത ഒരു യോഗമായതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും നടക്കില്ല. ഇതിന്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും ഭഗവാൻ തരുന്നത് സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ അത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇവിടെ വിഷയം എന്താണ്? സഞ്ജയൻ തുടക്കത്തില് ഇതിന്റെ 1-ാമത്തെ ശ്ലോകം എടുക്കണം. എല്ലാവരും എടുത്തോളൂ. ഒന്നാമത്തെ ശ്ലോകം എടുത്തോ. എടുത്തല്ലോ. അപ്പൊ തുടങ്ങി വെച്ചപ്പോ അന്ന് ആദ്യമായിട്ട് സംസാരിച്ചത് ആരായിരുന്നു? ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവാഹ മാമവാഹ പാണ്ഡവാ ചൈവ കിമകുർവത സഞ്ജയ. എന്ന് വെച്ചാൽ അതിന്റെ വിവർത്തനം പറഞ്ഞിരിക്കുന്നത്, ധൃതരാഷ്ട്രർ പറഞ്ഞു, സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ധൃതരാഷ്ട്രർ ആരോടാണ് ചോദിക്കുന്നത്? സഞ്ജയനോട് ചോദിച്ചുകൊണ്ടാണ് ഈ 1-ാമത്തെ അധ്യായം തുടങ്ങിയത്. ഇല്ലേ? നമ്മളിപ്പോഴ് ഈ 46-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? സഞ്ജയൻ ഇതേ ധൃതരാഷ്ട്രർ ഇവിടെ ചോദിച്ചു 1-ാമത്തെ ശ്ലോകത്തില്. ഇവിടെ അവസാനത്തെ ശ്ലോകത്തില് സഞ്ജയനാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. എന്താ പറഞ്ഞത്? സഞ്ജയൻ പറഞ്ഞു, അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിലിരിപ്പായി. അല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകം നമ്മൾ കണ്ടത്. അല്ലേ? അപ്പോ ഈ 1-ാമത്തെ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലേ? ധർമ്മക്ഷേത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രീല പ്രഭുപാദൻ അതിന്റെ വാക്കുകൾ സ്പിറ്റ് ചെയ്ത് കൊടുത്തതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തീർത്ഥാടന സ്ഥലമായ
കുരുക്ഷേത്രം എന്ന സ്ഥലം ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വാക്കാണ് ഈ ശ്ലോകത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഭഗവത്ഗീതയിൽ. എന്താണ്? തുടക്കം തന്നെ അതാണ്, കണ്ട ഇല്ല? എന്താണ്? ധർമ്മക്ഷേത്ര എന്ന് പറഞ്ഞാണ് ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ. ധൃതരാഷ്ട്ര ചോദ്യം തന്നെ അങ്ങനെയാണ്. എന്താണ്? ധർമ്മക്ഷേത്രേ അല്ലേ? തുടക്കം അതല്ലേ? ഭഗവത്ഗീത ആദ്യത്തെ വാക്ക് അതാണ് തുടങ്ങുമ്പോ തന്നെ. ധർമ്മക്ഷേത്രേ, ക്ഷേത്രേ അല്ലേ? അല്ലേ? ഇവിടെ അതിന്റെ വാക്കിന്റെ അർത്ഥം ശ്രീല പ്രഭാതിന് കൊടുത്തിരിക്കുന്നത് എന്താണ്? തീർത്ഥാടന സ്ഥലം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ധർമ്മക്ഷേത്ര എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തിന് നമുക്ക് ആ വാക്കുകളുടെ അർത്ഥം കൊടുത്തിരിക്കുന്നത് എന്താ കൊടുത്തിരിക്കുന്നത്? തീർത്ഥാടന സ്ഥലം എന്നാണ് കൊടുത്തിരിക്കുന്നത്. തീർത്ഥാടന സ്ഥലം ധർമ്മക്ഷേത്രേ ഇല്ലേ? അവിടെ വെച്ചാണ് എന്ത് നടക്കുന്നത്? കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത് ഇല്ലേ? കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇവിടെ നിന്നൊക്കെ യാത്രകളൊക്കെ പോകാറുണ്ട് ഇല്ലേ? അപ്പൊ ആ യുദ്ധം നടന്ന സ്ഥലമാണ്. അവിടെ നമുക്കൊക്കെ പോയി കാണാനൊക്കെ പറ്റും. അപ്പൊ ആ സ്ഥലത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തീർത്ഥാടന സ്ഥലം എന്നാണ് ആ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഒന്നിച്ചു കൂടിയ പിന്നീട് എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു എന്നാണ് ആര് ചോദിച്ചത്? ധൃതരാഷ്ട്രർ ആരോട് ചോദിച്ചു? സഞ്ജയനോട് ചോദിച്ചത്. ഇതേ സഞ്ജയൻ ഈ 46-ാമത്തെ ശ്ലോകത്തിനകത്ത് എന്താ പറഞ്ഞത്? അവസാനത്തെ ശ്ലോകം നമ്മൾ എന്ന് വായിച്ചത് എന്താ പറഞ്ഞത്? അർജുനന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിൽ ഇരിപ്പായി. ഈ ഇത്രയും കാര്യം ഇപ്പൊ ഇതിനിടയ്ക്കുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചതാണ് ആണല്ലോ അല്ലേ? ഈ 1, 2 മുതലുള്ള 45 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മളിവിടെ വായിച്ച് കണ്ടതാണ്. ശ്ലോകങ്ങളെല്ലാം വായിച്ചതാണ് അല്ലേ? വീട്ടിലും പോയിട്ട് വായിക്കുന്നതല്ലേ? വായിച്ച് പഠിക്കുന്നതാണ് അല്ലേ? അപ്പോ ഇത്രയും ശ്ലോകങ്ങളുടെ അകത്ത് പിന്നീട് വായിച്ചതിൽ നിന്നും ഇന്നിപ്പോ ഈ പറഞ്ഞ വിധത്തില് രണാങ്കണത്തില് ഇതെല്ലാം പറഞ്ഞ് വില്ലെല്ലാം താഴെ വെച്ചിട്ട് അർജുൻ അങ്ങോട്ട് ഇരിപ്പായി ഇല്ലേ? അപ്പൊ ഇതിന്റെ അകത്തുള്ള കാര്യങ്ങള് എന്താണെന്ന് ഈ വായിച്ചതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ഒരു അധ്യായം ഇന്നത്തെ ഇവിടെ തീർന്നു. അപ്പൊ ഈ ഒരു അധ്യായം പഠിച്ചതിൽ നിന്നും മൊത്തത്തിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? കൈ ഉയർത്തും. എല്ലാ ക്ലാസ്സിലും പങ്കെടുത്ത, പകുതി ക്ലാസ്സുകൾ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? പകുതി ക്ലാസ് പങ്കെടുത്ത ഇല്ലേ? ഉണ്ടോ? സാർ എല്ലാ ക്ലാസ്സിലും ഉണ്ടായി. അപ്പൊ മൊത്തം കേട്ട അപ്പൊ ആ മൊത്തം പുണ്യവും നേടിയിട്ടിരിക്കുകയാണ്. ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും മൊത്തവും നേടിയിട്ടുണ്ട്. കുറച്ച് പകുതി നേടിയവരുണ്ട്. കുഴപ്പമില്ല. അപ്പോ നമുക്ക് കഴിയുന്നതും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ വരാൻ പറ്റാതെ ആയിപ്പോവാം, അത് കുഴപ്പമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ നാശമില്ലാത്ത യോഗമാണ് നമ്മൾ ചെയ്യുന്നത്. ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതും അത് തന്നെയാണ് അല്ലേ? മറ്റുള്ള കാര്യങ്ങളെല്ലാം നശ്വരമായ കാര്യമാണ്. ശരീരം നശിക്കുമോ? പക്ഷെ ഇത് നശിക്കുമോ? ഈ ചെയ്യുന്ന കാര്യം നശിക്കത്തില്ല ഇല്ലേ? അപ്പോ 1-ാമത്തെ ശ്ലോകത്തിനകത്ത് പറഞ്ഞ ധർമ്മക്ഷേത്രേ, ധാർമ്മികമായ പ്രമാണങ്ങൾ ചെയ്യുന്ന ക്ഷേത്രത്തിൽ വെച്ചാണ് എന്ത് നടക്കുന്നത് ഇല്ലേ? ഭഗവത്ഗീതയിൽ ഇനി ബാക്കി 1-ാമത്തെ അധ്യായം കഴിഞ്ഞാൽ ഇനി മൊത്തം എത്ര അധ്യായമുണ്ട്? ഇനി 17. ഭഗവത്ഗീത മൊത്തം എത്ര അധ്യായമാണ്? 18. അപ്പൊ ഒരു അധ്യായം കഴിഞ്ഞു. ഇനി എത്ര അധ്യായമുണ്ട്? മൊത്തം 17 അധ്യായമുണ്ട് ഇല്ലേ? ഈ ഭഗവത്ഗീത പഠിക്കുന്ന പിന്നീട് നമ്മൾ ഓരോരുത്തരും പിന്നീട് ഇപ്പൊ മനുഷ്യ ശരീരത്തിലുള്ളവർ തന്നെയാണോ? നമ്മള് ഇപ്പൊ ഇവിടെ പഠിക്കാനിരിക്കുന്നവരെല്ലാരും മനുഷ്യ ശരീരമുള്ളവർ തന്നെയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആണോ? ഇവിടെ പട്ടിയോ പൂച്ച ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. മനുഷ്യരാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഇല്ലേ? എന്നാല് 13-ാമത്തെ അധ്യായം നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ ക്ഷേത്രജ്ഞ യോഗം എന്ന് പറഞ്ഞ് ഒരു അധ്യായമുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഈ ശരീരം ക്ഷേത്രമാണെന്നും അതിന്റെ വിവരണങ്ങളും മറ്റുമുള്ള കാര്യങ്ങളും ഈ 13-ാമത്തെ അധ്യായം നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ആ ഭഗവത്ഗീത നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഈ 13-ാമത്തെ അധ്യായത്തിൽ ക്ഷേത്രമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭഗവത്ഗീത പറഞ്ഞതാരാണ്? ഭഗവാനാണ്. ഭഗവാൻ പേരെന്താണ്? ആണോ? കൃഷ്ണന് മറ്റു പേരുകളൊക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ പേരുകളുള്ളതാണ്. അപ്പൊ ശ്രീകൃഷ്ണനാണ് യഥാർത്ഥ പേരല്ലേ കൃഷ്ണൻ എന്നുള്ള പേര്?
നമുക്ക് മൂന്ന് നാലും പേരൊക്കെ ഉണ്ടല്ലോ വീടുകളിലൊക്കെ, അല്ലേ? സ്കൂളിലൊരു പേര്, വീട്ടിലത്തെ ചെല്ല പേര്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ? ഇപ്പൊ ഭഗവാന്റെ യഥാർത്ഥ പേര് കൃഷ്ണൻ എന്ന് തന്നെ, മറ്റു പല പേരുകളും പലരും ഇട്ട പേരുകളായിരിക്കാം, ആയിരക്കണക്കിന് പേരുകളുണ്ട്, ഇല്ലേ? അപ്പൊ കൃഷ്ണ എന്ന് പറയുന്ന ആ പേര് തന്നെയാണ് യഥാർത്ഥം. ആ പേര് തന്നെയാണ് നമ്മൾ നാമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അല്ലേ? ഹരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അറിയാമോ എന്താണെന്ന്? നമ്മൾ ഈ ഒരു അധ്യായം കഴിയുന്നവരെ ഇവിടെ നാമം ജപിച്ചവരാണ്. ഹരേ, ഹരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ശക്തിയെയാണ് ഹരേ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇല്ലേ? കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെയാണ്? അല്ല, ഹരേ എന്ന് പറയുന്നത് ഭഗവാന്റെ ആനന്ദത്തെയാണ്, അല്ല ശക്തിയെയാണ് ഹരേ. കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ തന്നെയാണ്. അപ്പൊ ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാമ. രാമ എന്ന് പറയുന്ന വാക്ക് ഭഗവാന്റെ ആനന്ദത്തെ സൂചിപ്പിക്കുന്നു. ആനന്ദം, ആനന്ദ സ്വരൂപനായ ഭഗവാനെ ആനന്ദ സ്വരൂപനാണ്, ഇല്ലേ? സച്ചിത് ആനന്ദ സ്വരൂപൻ, ഇല്ലേ? ഭഗവാൻ ആനന്ദ സ്വരൂപനല്ലേ, ഇല്ലേ? എപ്പോഴും, അല്ലേ? എപ്പോഴും നാശമില്ലാത്ത ആനന്ദത്തിന്റെ ഉറവിടമാണ് ആര്? നമുക്ക് അങ്ങനെയുള്ള ആനന്ദം ഉണ്ടോ? നമ്മുടെ സന്തോഷത്തിന് എപ്പോഴെങ്കിലും കുറവും? എപ്പോഴും സന്തോഷത്തിൽ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് കൈകൊടുക്കും. എന്നാൽ ഭഗവാനാണെങ്കിലോ, ഭഗവാൻ എവിടെയെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടോ? ഇല്ലല്ലേ? ചിലപ്പോഴൊക്കെ പാവം കരഞ്ഞാലും വിഷമിച്ചിരുന്നാലും അതും ഭഗവാന്റെ ലീലകളായിട്ട് നമുക്ക് മനസ്സിലാക്കാം, കേട്ടോ. അപ്പൊ ഭഗവാന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് വരുന്ന അധ്യായങ്ങളിൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ യുദ്ധം നടന്ന സ്ഥലം ക്ഷേത്രമാണ്, അല്ലേ? 13ാമത്തെ അധ്യായത്തിൽ ക്ഷേത്രജ്ഞ യോഗത്തിനകത്ത് നമ്മുടെ ശരീരം ക്ഷേത്രമാണെന്നും മറ്റും നമുക്ക് 13ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ അവിടെ ഒന്നിച്ചു കൂടിയ ക്ഷേത്രങ്ങൾ, ശരീരങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവിടെ, ഇല്ലേ? ശരീരം ക്ഷേത്രം എന്നല്ലേ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ പ്രഭു പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ ആ ക്ഷേത്രത്തിൽ ഇതുവരെ അവിടെ മൃഗങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് യുദ്ധത്തിന് വന്നത്, മനുഷ്യരെല്ലാവരും കൂടിയാണ് വന്നത്, അല്ലേ? യുദ്ധത്തിന് വന്നത്, അല്ലേ? അങ്ങനെയല്ലേ വന്നത്? യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ചു കൂടിയെന്ന് നമ്മൾ വായിച്ചതാണ്. 2ാമത്തെ ശ്ലോകം തൊട്ട് 45 വരെ പഠിച്ചതാണ്. എന്നിട്ട് അവിടെ അതിനകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, അല്ലേ? അപ്പോ യുദ്ധത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടും, ആണല്ലോ. എവിടെയാണ്? ഈ പുണ്യഭൂമിയിൽ, ക്ഷേത്രത്തിലാണ്. കുരുക്ഷേത്രം, ധർമ്മക്ഷേത്രം എന്നാണ് വാക്ക് ആദ്യം തുടങ്ങിയിരിക്കുന്നത്, ഇല്ലേ? ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്തെ അത്തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിനകത്താണ് നമ്മൾ തുടങ്ങി. നമ്മളിപ്പോ ഇതും ഇവിടെ ക്ഷേത്രമാണ്. എന്തുകൊണ്ട്? ഭഗവാന്റെ നാമജപം ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ക്ഷേത്രമാണ്. കരയോഗം ഇന്നിവിടെ എന്തായിട്ട് മാറിയിരിക്കുകയാണ്? ക്ഷേത്രമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ശരീരത്തിന്റെ അകത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ ആത്മാക്ക ആളാണെന്നുള്ളത് ഈ 2ാമത്തെ അധ്യായത്തിനകത്ത് പഠിക്കാൻ പറ്റും. നിങ്ങൾ വായിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അപ്പോ ഈ ക്ഷേത്രത്തിനകത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നാമം ജപിച്ചില്ലേ ഇന്ന്, അല്ലേ? അത് ഭഗവാനുമായി ബന്ധപ്പെടുത്തുന്നതല്ലേ? ആണോ അല്ലയോ? അല്ലേ? അത് ചെയ്തില്ലേ നമ്മൾ, അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു ശരീരത്തിലുള്ള കുറെ ശരീരങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് എവിടെ വന്നു യുദ്ധത്തിനായിട്ട്? കുരുക്ഷേത്രത്തിൽ വന്നില്ലേ? കുരുക്ഷേത്രം ധർമ്മക്ഷേത്ര എന്നാണ് വാക്ക്, തുടക്കം അതാണ്. ധർമ്മക്ഷേത്ര, അതിന് തുടക്കം, അല്ലേ? അപ്പൊ ധാർമ്മിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആ ക്ഷേത്രത്തിനകത്ത് വന്നാണ് എന്ത് നടന്നത്? ഈ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെയാണ് നടന്നത്, അല്ലേ? അപ്പൊ ക്ഷേത്രം യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ധാർമ്മിക കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം. അതുകൊണ്ടാണ് ഫസ്റ്റ് ശ്ലോകത്തിനകത്ത് ധർമ്മക്ഷേത്രേ എന്നാണ് ആര് പറഞ്ഞത്? ധൃതരാഷ്ട്ര പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞാണ് തുടക്കം, ഫസ്റ്റ്, ഇല്ലേ? അപ്പൊ ക്ഷേത്രം എന്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലമാണ് യഥാർത്ഥത്തില്? അപ്പൊ അവിടെ പാണ്ഡവരും കൗരവരും യുദ്ധത്തിന് വന്നു, ഇല്ലേ? വന്നോ? രണ്ടു കൂട്ടരും കൂടിയോ? ഇല്ലേ? യഥാർത്ഥത്തില് അവിടെ വെച്ചിട്ട് എന്താണ് നടന്നത്? പിന്നെ യുദ്ധമാണ് നടന്നത്, അല്ലേ? യുദ്ധത്തിന് വേണ്ടി പോർക്കളമാണ്, ഇല്ലേ? അവിടെയാണ് ഒരുമിച്ച് കൂടിയത് രണ്ടു കൂട്ടരും, ആണല്ലോ. ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടി, പോർക്കളത്തിൽ കൂടി, ഇല്ലേ? യഥാർത്ഥത്തില് ഈ കൂടിയ പിന്നീട് ശ്ലോകം 9 എടുത്തോ നിങ്ങൾ, 9ാമത്തെ ശ്ലോകം എടുത്തോ.
എടുത്തോ, 9-ാമത്തെ ശ്ലോകം എടുത്തോ. എടുത്തോ, 9 ശ്ലോകം എടുത്തല്ലോ. ആ ശ്ലോകത്തില് അന്യേച്ച ബഹവാഹ ശൂര മതർത്തെ ത്വക്ത്വ ജീവിതാഹ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ശ്ലോകം അതാണ്, ത്വക്ത്വ ജീവിതാഹ, 9-ാം ശ്ലോകത്തിൽ. അപ്പൊ ഈ അതിന്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. ത്വക്ത്വ ജീവിത എന്ന് കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ജീവൻ ത്യജിക്കാൻ ഒരുങ്ങി എന്ന് തന്നെ കൊടുത്തിരിക്കുന്നത്. ജീവൻ ത്യജിക്കാൻ ഒരുങ്ങി എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. ആണല്ലോ. അപ്പൊ ഈ യുദ്ധകളത്തിന്റെ അകത്ത് ഇവിടെ പറയുന്നു, ഈ 9-ാമത്തെ ശ്ലോകത്തിനകത്ത് അർജുനൻ പറയുകയാണ്, ജയദ്രഥൻ, കൃതകർമാവ്, ശല്യർ തുടങ്ങിയവരും മറ്റുള്ളവരും ആർക്കു വേണ്ടി ജീവൻ ത്യജിക്കാനായിട്ടാണ് വന്നത്? ദുര്യോധനന് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. ആര് പറഞ്ഞു? ആരോട്? കൃഷ്ണനോട് പറഞ്ഞു. കൃഷ്ണനോടാണ് ഇത് പറഞ്ഞു കേൾപ്പിക്കുന്നത്, അല്ലെ? ഈ 9-ാമത്തെ ശ്ലോകത്തിന്റെ അകത്ത് പറഞ്ഞു, ജയദ്രഥൻ, കൃതവർമാവ്, ശല്യർ തുടങ്ങിയവരും മറ്റുള്ളവരും ദുര്യോധനന് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് എന്ന് ആരോട് പറഞ്ഞു? അർജുനൻ, അല്ലേ? പറഞ്ഞു. എന്നിട്ട് അതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചതിന് ശേഷം 14-ാമത്തെ ശ്ലോകത്തിന്റെ അകത്ത് കൃഷ്ണാർജുനന്മാര് ശംഖൊക്കെ വിളിച്ചു ശംഖൊക്കെ മുഴക്കി, ഇല്ലേ? 14-ാമത്തെ ശ്ലോകത്തിന്റെ അകത്ത് എടുത്ത് നോക്കിയോ, നിങ്ങൾക്ക് ശ്രമിച്ചുണ്ടെങ്കിൽ നോക്കാം. 14-ാമത്തെ ശ്ലോകത്തിന്റെ അകത്ത് ശംഖ് വിളിയൊക്കെ നടക്കും, അല്ലേ? ഇപ്പോ ഈ 9-ാമത്തെ ശ്ലോകത്തിന്റെ അകത്ത് ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണെന്നാണ് അർജുനൻ ആരോട് പറഞ്ഞത്? ഈ മറ്റുള്ളവരെ, എതിർവശത്തുള്ളവരെ നോക്കിയിട്ട് പറഞ്ഞത്. എന്നിട്ട് 21-ഉം 22-ഉം ശ്ലോകത്തിനകത്ത് പിന്നീട് അർജുനൻ ഭഗവാനോട് പറയുകയാണ്. 21-ഉം 22-ഉം ശ്ലോകത്തിന്റെ അകത്ത് അർജുനൻ ഭഗവാനോട് പറയുകയാണ്. എന്താ പറയുന്ന അറിയാമോ? ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്നും അവരെയൊക്കെ ഒന്ന് അർജുനൻ കാണാൻ വേണ്ടി ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനോട് പറയുകയാണ്, ഇവിടെ ആരൊക്കെയാണ് യുദ്ധത്തിന് വേണ്ടി തയ്യാറായി വന്നിട്ടുള്ളതെന്ന് എനിക്കൊന്ന് കാണണം എന്ന്. അല്ലേ? അപ്പൊ ജീവൻ ത്യജിക്കാൻ വേണ്ടി ആർക്ക് വേണ്ടിയിട്ട് ജീവൻ ത്യജിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്? എതിർവശത്തുള്ളവര് ദുര്യോധനന് വേണ്ടിയിട്ട് ജീവൻ ത്യജിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അവരെയൊക്കെ എനിക്ക് ആരൊക്കെ ആണെന്ന് ഒന്ന് കാണണം എന്ന് ആരോട് പറഞ്ഞു? കൃഷ്ണനോട് ആര് പറഞ്ഞു? അർജുനൻ പറഞ്ഞു, ഇല്ലേ? വന്നിട്ടുള്ളവരെയൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ശ്ലോകത്തിന്റെ അകത്ത് അർജുനൻ ദുര്യോധനനെ ദുർബുദ്ധി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ പറ്റും ആ ശ്ലോകത്തിന്റെ അകത്ത്. ദുർബുദ്ധി. നമ്മൾ പലപ്പോഴും പലരെയും പറയാറുണ്ട്, ഇവൻ ശരിയല്ല, ദുർബുദ്ധിയാണ്, ഇവന്റെ ബുദ്ധി നേരെയല്ല. ആ വാക്ക് ആ ശ്ലോകത്തിൽ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എടുത്ത് നോക്കാൻ പറ്റും. 21, 22 ശ്ലോകം പരിശോധിച്ചാൽ കാണാൻ പറ്റും. ദുർബുദ്ധിയായവൻ എന്ന് സംബോധന വിളിച്ചിട്ടുണ്ട്. ആരെ? അർജുനൻ. അപ്പോ ഇതിൽ നിന്നും നമുക്ക്, അപ്പൊ അർജുനൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അർജുനന്റെ നന്മയില്ലാത്ത ഒരാൾക്ക് വേറൊരാളെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റൂ. നമ്മൾ എന്തെങ്കിലും നന്മയെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ വേറൊരാളെ പിന്നീട് തിന്മ കണ്ട കുറ്റം പറയുള്ളൂ. അപ്പൊ നന്മ അറിയാത്തവർക്ക് തിന്മയെ കുറ്റം പറയാൻ പറ്റൂ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ നന്മ എന്താണെന്ന് അറിയാതെ നമ്മൾ ആരെങ്കിലും കുറ്റം പറയാൻ പാടുണ്ടോ? ഉണ്ടോ? ഇപ്പൊ നമ്മൾ അത് അറിഞ്ഞിട്ടാണോ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? ഇപ്പൊ വെറും കുറ്റം മാത്രമേ പറയുന്നുള്ളൂ. നന്മ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ, അല്ലേ? അതല്ലേ സത്യം, അല്ലേ? അപ്പൊ നമ്മൾ ആരെങ്കിലും കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം? തിന്മ. നമ്മൾ ആരുടെയെങ്കിലും തിന്മ കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം? നമ്മൾ നന്മയുള്ളവരെന്നല്ല ഉള്ളതല്ല, അത് വിഷയം വേറെ. തിന്മ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അർജുനന് യഥാർത്ഥത്തിൽ തിന്മ എന്താണെന്ന് അറിയാം. എന്തുകൊണ്ടെന്ന് പറയാം. അർജുനൻ പലപ്പോഴും ഈ അധ്യായത്തിന്റെ അകത്ത് പല കാര്യങ്ങളും ഭഗവാനോട് പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ അത് അർജുനന്റെ സ്വന്തം അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടില്ല. അർജുനൻ അത് മറ്റുള്ള ശ്രേഷ്ഠരായ വ്യക്തികളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയതും വേദങ്ങളെ മുൻനിർത്തിയുമാണ്
അർജുനൻ ഓരോ കാര്യങ്ങളും ആരോട് ചർച്ച ചെയ്തത് പറഞ്ഞത്? ആധികാരികമായി മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ അർജുനൻ ആരോട് സംസാരിച്ചിട്ടുള്ളൂ? ഭഗവാനോട് സംസാരിച്ചിട്ടുള്ളൂ, ഇല്ലേ? അപ്പൊ അർജുനൻ സാധാരണ ആളാണോ? അപ്പൊ അർജുനൻ യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളാണ്. വേദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അർജുനൻ, അല്ലെങ്കിൽ അത് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ലേ? അപ്പൊ നമ്മൾക്ക് വേദങ്ങൾ പഠിക്കാം. അപ്പൊ വേദങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ നിരാകരിച്ചിട്ട് പിന്നെ ഇരിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ ശരിയായ കാര്യങ്ങൾ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുമോ? അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീത പഠിക്കേണ്ടത് അത്യാവശ്യമാണോ അല്ലയോ? ആണോ? തീർച്ചയായും ഭഗവത്ഗീത നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മള് കുറ്റം പറയുന്നതിന്റെ ശിക്ഷ അത്രയും ആര് തന്നെ ഏറ്റുപടിക്കേണ്ടി വരും? നമ്മൾ നമ്മുടെ ദോഷം തന്നെ പലപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളിലുള്ള കുറ്റം മറ്റുള്ളവരിൽ കണ്ടെത്തുകയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അതല്ലേ സത്യം, അല്ലേ? അപ്പൊ നന്മ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നന്മ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർ ദോഷം ചെയ്യുകയാണെങ്കിൽ അതിനെ പറയാം. ഇവിടെ അതുകൊണ്ടാണ് നന്മയുള്ള ആളാണ് യഥാർത്ഥത്തിൽ അർജുനൻ. സാധാരണ ആളാണോ അർജുനൻ? ഭാവാർത്ഥം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇല്ലേ? ശ്രീല പ്രഭുപാദര് ഭാവാർത്ഥത്തിൽ അർജുനന്റെ ക്വാളിറ്റിയെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അർജുനൻ ഭഗവാന്റെ വളരെ ഉത്തമനായ ഒരു ഭക്തനാണ്, ഇല്ലേ? അദ്ദേഹം വേദങ്ങളെയൊക്കെ വളരെ നന്നായി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഭഗവാനോട് ചർച്ച ചെയ്തിരിക്കുന്നത്, ഇല്ലേ? ചർച്ച നടത്തിയത്, ഇല്ലേ? അല്ലാതെ തന്നിഷ്ടം പോലെ മനസ്സിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞോ അർജുനൻ? ഇല്ല, പറഞ്ഞിട്ടില്ല, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തില് വേദങ്ങളുടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണോ പിന്നീട് ദുര്യോധനാദികൾ? ആണോ? അല്ല. നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്, അല്ലേ? ഒരു സൂചി ഊന്നാനായിട്ട് സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ പിന്നീട് വീടിന് തീ വയ്ക്കുക ചെയ്തോ? അവരെ അരക്കെല്ലാം തീ വെച്ച് കൊല്ലാൻ നോക്കിയില്ലേ, അല്ലേ? വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കിയില്ലേ? വിഷം കൊടുക്കാൻ ശ്രമിച്ചില്ലേ? ഇതൊക്കെ ചെയ്തില്ലേ അവര്? അപ്പൊ ഇവര് നന്മയുള്ളവരാണോ? ആണോ? അല്ല, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആയതുകൊണ്ടാണ് ഇവിടെ ദുര്യോധനനെ എന്ത് ബുദ്ധി എന്ന് വിളിച്ചത്? ദുർബുദ്ധി എന്ന് വിളിച്ചത്. കാരണം കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് ആർക്കറിയാം? അർജുനനെ അറിയാം. ചെയ്ത പ്രവൃത്തികൾ ഇതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളോട് ചെയ്തവരാണ് യുദ്ധത്തിന് വന്ന് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള അർജുനന് വേണ്ടി മരിക്കാൻ വേണ്ടി വന്നതാരാണ്? ജയദ്രഥൻ, കൃതമാവ്, ശല്യര് തുടങ്ങിയവരൊക്കെ ജീവൻ ബലിയെടുക്കാൻ ഇങ്ങനെയുള്ള മോശപ്പെട്ട ഒരാൾക്ക് വേണ്ടി ചാവാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഇല്ലേ? നമ്മൾ പറയാറുണ്ട്, എടാ നല്ലവന് വേണ്ടി പോയി മരിച്ചുകൂടായിരുന്നടാ, വെറുതെ വല്ല തോട്ടിലും വല്ല തെളിക്കുണ്ടിലും മേടിച്ചാൽ നല്ല കിട്ടിയ ഒരു ജന്മം പാഴിക്കളയരുത് എന്ന് പലപ്പോഴും നമ്മൾ പലരോടും പറയാറില്ലേ? ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? അപ്പൊ അർജുനൻ പറഞ്ഞു, കുറെ എണ്ണം വന്നേക്കുന്നതാ ഈ ദുർബുദ്ധിയായ അർജുനന് വേണ്ടി മരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിരിക്കുന്നു എന്ന് ആ രീതിയിൽ തന്നെയാണ് ഭഗവാനോട് ആര് പറഞ്ഞു കേൾപ്പിച്ചത്? അർജുനൻ പറഞ്ഞു കേൾപ്പിച്ചത്. ദുർബുദ്ധി എന്നുള്ള വാക്കാണ് ആ ശ്ലോകത്തിന്റെ അകത്ത് നമുക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, അല്ലേ? ഇതൊക്കെ പറഞ്ഞിട്ട് 27ാമത്തെ ശ്ലോകത്തിന് അപ്പൊ അർജുനന് ഇതൊക്കെ കണ്ടപ്പോ മൊത്തത്തിൽ അങ്ങ് വിഷമമായി, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കായിരുന്നാലും നല്ലൊരു കാര്യം പറഞ്ഞിട്ട് നടക്കാതെ വരുമ്പോ കുറെ ആൾക്കാർ അതിനെതിരായിട്ട് മോശപ്പെട്ട പരിപാടി കൊണ്ടുവരും. നമുക്ക് തന്നെ വിഷമം ഉണ്ടാവും. നമ്മൾ എത്രയോ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ആ കരയോഗത്തിൽ പോയി ഭഗവത്ഗീതയൊക്കെ വായിച്ച് ഒരു പ്രസാദമൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് ചർച്ച ചെയ്യാന്ന് വിളിച്ചപ്പോ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞ് അവിടെ ഇതൊന്നും നടത്തണ്ട എന്ന് പറഞ്ഞ് ഇതപ്പോ അടച്ചു കൂട്ടെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഈ വളരെ താല്പര്യം നമുക്ക് വിഷമം ഉണ്ടാവില്ലേ? നമ്മൾ പറയും കുറെ ദുർബുദ്ധികൾ വന്നിട്ട് പറഞ്ഞ് അവിടെ സത്സംഗവും വേണ്ട, ഒന്നും വേണ്ട, ഇതൊക്കെ മതിയാക്ക്, ഭഗവാന്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല, പിണറായിയുടെ കാര്യം ആരെങ്കിലുമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, അതല്ലേ നല്ലത്, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറയാം, കുറെ രാഷ്ട്രീയക്കാരെ MLA കൊണ്ടിട്ട് ചർച്ച ചെയ്യാം. ഇത് പറയുന്നത് യഥാർത്ഥത്തിൽ ദുർബുദ്ധികളല്ലേ പറയുള്ളൂ, ഇല്ലേ? അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചവരാണ് ആരെ? ദുര്യോധനാദികള്, അല്ലേ? ഇല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഇല്ലേ? അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആര്? അതുകൊണ്ടാണ് ഇവിടെ ദുർബുദ്ധിയായവൻ എന്ന് അർജുനൻ ആരെ വിളിച്ചത്? പറഞ്ഞത് ദുര്യോധനനെ പറഞ്ഞു. അങ്ങനെ കുറെ എണ്ണം ദുര്യോധനന് വേണ്ടി ചാവാന് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അവരെ പേരും എടുത്തു പറഞ്ഞു. ജയദ്രഥൻ, കൃതകർമാവ് കുറെ എണ്ണം ഈ ആവശ്യമില്ലാത്ത അവന് വേണ്ടി ചാവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നും പറഞ്ഞു, ഇല്ലേ? പറഞ്ഞില്ലേ? കൃഷ്ണനോടത്ത് പറഞ്ഞു. ഇപ്പൊ ഇതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെയെല്ലാം ചിന്തിച്ച് വന്നപ്പോ ആർക്കങ്ങോട്ട് മനസ്സിന്റെ അകത്ത്, ഇല്ലേ, നന്മ ഉള്ളിടത്ത് വിഷമം ഉണ്ടാവുള്ളൂ. ആണോ അല്ലയോ? കഠിന ഹൃദയത്തിന്റെ അകത്ത് എവിടെയെങ്കിലും വിഷമം ഉണ്ടാവുമോ? ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് വിഷമം ഇല്ലാത്തവരുണ്ട്? ഇല്ലേ? എല്ലാവർക്കും വിഷമമുണ്ട്, ഇല്ലേ? നമുക്കൊക്കെ വിഷമമുണ്ട്, അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലൊക്കെ നന്മ ഉള്ളതുകൊണ്ടാണ്, ഇല്ലേ? വിഷമം ഇല്ലാത്തവര്
ഒന്നും നോക്കാറില്ല. അവർക്ക് ഒന്നും നോക്കാറില്ല. അവര് പിന്നീട് വിഷമമുണ്ടെങ്കിൽ പശുക്കളെ കൊല്ലുമോ? ഒത്തിരി ഹൃദയത്തിന്റെ അകത്ത് ഒരു അരിവുണ്ടെങ്കിൽ അതിന്റെ കഴുത്തറുത്തു കത്തി വെച്ച് നമ്മളെ കൊണ്ട് പറ്റൂ? ചെയ്യാൻ പറ്റൂ? പറ്റൂ. കൊലപാതകം കൊല്ലുക എന്ന് പറയുന്നത് ഇല്ലേ? ഒത്തിരി ഹൃദയത്തിന്റെ അകത്ത് ഒരു അലിവുള്ളവരാണെങ്കിൽ ഒരു ജീവി പിടഞ്ഞ് മരിക്കുമ്പോൾ അത് വിഷമം തോന്നില്ല നമ്മൾ, ഇല്ലേ? ഇല്ല കൊല്ലുക എന്നൊക്കെ പറയും. അപ്പൊ എത്രയോ പേര് ഒരു കമ്മലിന് വേണ്ടി കഴുത്തറുത്തണ്ട് പോകണവന്മാരുണ്ട്, ഇല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ആ ദുർബുദ്ധികളായ കാരണം അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള അറിവില്ല, ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടില്ല, ഇല്ലേ? ഇല്ലേ? ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ വരുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നില്ല, ഭഗവാന്റെ നാമജപം ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഏത് വിധത്തിലുള്ള ആളായിട്ട് മാറും? ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ദുർബുദ്ധിയാവും, ദുര്യോധനന്റെ വശത്താവും. നമ്മളും ഈ ഭഗവത്ഗീത വായിക്കാതെയും നാമം ജപിക്കാതെയും നമ്മൾ പശുവിനെയൊക്കെ കൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയവും കല്ലുപോലെ ആയിട്ട് നമ്മൾ ആരുടെ പക്ഷത്തായിട്ടും ദുര്യോധനന്റെ പക്ഷത്താണ്. സത്യം പറയണം. ഇപ്പൊ നമ്മൾ എന്തായിരുന്നാലും കൃഷ്ണന്റെ പക്ഷത്ത് തന്നെയാണ്. കൃഷ്ണൻ ആരുടെ പക്ഷത്താണ്? അർജുനന്റെ പക്ഷത്താണ്, അല്ലേ? നമുക്കറിയാം, അല്ലേ? ആയുധങ്ങളൊക്കെ ആർക്ക് കൊടുത്തു? ഭഗവാന്റെ ദുര്യോധന കൊടുത്തു, അല്ലേ? അർജുനൻ ആരെ കിട്ടി? കൃഷ്ണനെ തേരാളിയായിട്ട് കിട്ടി, അല്ലേ? തേര് നയിക്കുന്നതിന് വേണ്ടി കിട്ടി, ഇല്ലേ? അപ്പോ സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതെല്ലാം കൂടെ ചിന്തിച്ചുകൊണ്ട് വന്നപ്പോ മനസ്സിനകത്ത് അർജുന അങ്ങോട്ട് ഓരോന്നോരോന്ന് ചിന്തിച്ചിട്ട് ഭഗവാനോട് പറയാൻ തുടങ്ങി. നമ്മളും അതുപോലെ പലപ്പോഴും ചിന്തിച്ചിട്ട് വീട്ടിനകത്തൊക്കെ കരഞ്ഞു വിളിക്കാറില്ല, ഇല്ലേ? ഇല്ലേ? ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളിയോട് വിളിയാണ്. സത്യമല്ലേ? മരണം ജനനം എന്താണെന്നുള്ളതൊക്കെ ഇനി അടുത്ത 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ, അല്ലേ? ഇപ്പൊ നമ്മൾ വിളിയോട് വിളിയാണ്, അല്ലേ? അല്ലേ? അപ്പോ ഈ 27ാമത്തെ ശ്ലോകത്തിന്റെ അകത്ത് അർജുനൻ അങ്ങാട്ട് വിഷാദം വന്നിട്ട് അങ്ങാട്ട് ഇല്ലേ? കരുണാപരനായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഷണനായിട്ട് അർജുനൻ 27ാമത്തെ ശ്ലോകത്തിൽ മറുവശത്തുള്ളവരെയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ഭയങ്കരമായ രീതിയിൽ അർജുനൻ വിഷമം ഉണ്ടായി. 28ലും പറഞ്ഞു. അപ്പോ യഥാർത്ഥത്തില് ഈ ഒരു വേണ്ടാത്ത ഒരു കാര്യങ്ങൾ നമുക്ക് എവിടെയെങ്കിലും നടക്കുമ്പോ ആരുടെയെങ്കിലും ഉള്ളില് നമുക്ക് കാണുമ്പോൾ എന്നിരുന്നാലും അവിടെ ഇങ്ങനെയൊക്കെ ആയില്ലേ, ഒരു ആവശ്യമില്ലാതെ അല്ലേ അവർ ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചിന്ത ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു നന്മ കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്, ഇല്ലേ? ചിലവർ അതിനെ അംഗീകരിക്കുന്നവരുണ്ട്, അല്ലേ? ഇപ്പൊ മദ്യപാനം മോശമാണെന്ന് എല്ലാവർക്കും അറിയാം, ഇല്ലേ? അറിയാം. എന്നാ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇഷ്ടം പോലെ ആൾക്കാർ അതിന് പുറകിലുണ്ട്, ഇല്ലേ? എന്നാൽ അത് മോശമാണെന്ന് അറിയുന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ 2 കൂട്ടർ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഇല്ലേ? അർജുന പക്ഷമുണ്ട്, ദുര്യോധന പക്ഷമുണ്ട്, ഇല്ലേ? ദുര്യോധന പക്ഷത്തുള്ളവരുടെ പേരൊക്കെ ഇവിടെ അർജുനൻ വിളിച്ചു പറഞ്ഞു. കുറെ എണ്ണം വന്നിട്ടുള്ളവരുടെ പേരൊക്കെ ഓരോ പ്രധാനപ്പെട്ടവരുടെ പേരൊക്കെ അർജുനൻ വിളിച്ചു പറഞ്ഞു. ദുർബുദ്ധികളായ കുറെ ആൾക്കാർ അവന്റെ കൂടെ ചാവാൻ ഇറങ്ങിയിട്ടുണ്ട്, ഇല്ലേ? എന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ നന്മ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അർജുനനെ പോലെ ആ ഒരു ഭഗവാനുമായിട്ടുള്ള റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു വന്നത് ആ 1ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ കൃഷ്ണനുമായിട്ടുള്ള ആ ഒരു ബന്ധം ഇപ്പൊ ആർക്കുണ്ട്? അർജുനുണ്ട്, ഇല്ലേ? അർജുനന്റെ പിന്നീട് കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ സഹായത്തിന് ആര് കൂടെ ഉണ്ട്? കൃഷ്ണനുണ്ട്, ഇല്ലേ? എന്തുകൊണ്ടാണ് അർജുനനെ സഹായിക്കാൻ ഭഗവാൻ ഇറങ്ങിയ കാരണം? എന്തുകൊണ്ടാണ്? ഭഗവാൻ ഒരിക്കലും അത് ശ്ലോകമുണ്ട് ഇതിനകത്ത്. എന്തിനു വേണ്ടിയാണ് ഭഗവാൻ വന്നത്? ഇല്ലേ? ധർമ്മം സ്ഥാപിക്കുക എന്നുള്ളതാണ്, അല്ലേ? ധർമ്മത്തിന്, അല്ലേ? അപ്പൊ അധർമ്മത്തിനെതിരെ ആര് നിൽക്കൂല? കൂട്ടു നിൽക്കൂല? ഭഗവാൻ കൂട്ടു നിൽക്കില്ല, അല്ലേ? അപ്പൊ ആ എതിർപക്ഷത്തുകാര് അധർമ്മികളാണെന്നുള്ളത് ആർക്കറിയാം? ഭഗവാൻ അപ്പൊ ആരുടെ പക്ഷം ചേർന്നു? ഇല്ലേ? നന്മയുടെ പക്ഷത്ത് തന്നെ ചേർന്നു, അല്ലേ? ഭഗവാൻ, അല്ലേ? ഈശ്വരൻ എപ്പോഴും നന്മയുടെ പക്ഷത്ത് തന്നെയാണ്, ഇല്ലേ? ഇല്ലേ? അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്, അല്ലേ? അപ്പൊ അർജുനൻ ഇവിടെ നന്മയുടെ പക്ഷം തന്നെയാണ്, ആണല്ലോ. അങ്ങനെ വിഷമമൊക്കെ പോണ്ട് അങ്ങനെ ഇരുന്നു, ഇല്ലേ? അപ്പോ അർജുനന് ഇത്തരത്തിലുള്ള ആ ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്ന ഏതൊരു വ്യക്തിക്കും നമുക്കും ഇതുപോലെ മറ്റുള്ളവരോട്
ആ കൃപയും സഹിഷ്ണുതയും പശുക്കളെയൊക്കെ കൊല്ലുന്നതും അതിനെ തിന്നുന്നതിലും ഒക്കെ നമുക്കും വിഷമം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളും ദേവന്മാർക്ക് തുല്യമാണ് എന്ന് ഭാഗവത്തിനകത്ത് ഒരു ശ്ലോകം തന്നെ ഉണ്ട്. ഭാഗവത്തിലെ 5-ാമത്തെ കാണ്ഡത്തിലെ 18-12 പറഞ്ഞിട്ടുണ്ട്. യസ്യാസ്തി ഭക്തിർ ഭഗവത്യ കിഞ്ചന സർവൈർ ഗുണ. ഇത് 28-ാമത്തെ ശ്ലോകത്തിന്റെ പർപ്പോട്ടിനകത്തുണ്ട്. ഭാഗവത്തിനകത്തുള്ള ശ്ലോകം നിങ്ങൾക്കടുത്ത് പഠിച്ചാൽ നോക്കി അറിയാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള നന്മ ഉള്ളവരുടെ ഒരു ഗുണത്തെക്കുറിച്ച് ഭാഗവത്തിന്റെ ഒരു ശ്ലോകം അതിന്റെ ഭാവാർത്ഥത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ 28-ാമത്തെ ശ്ലോകത്തിന്റെ അകത്ത് 1-ാമത്തെ അധ്യായത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ദിവ്യോത്തമ പുരുഷനിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവന് ദേവന്മാരുടെ ഗുണങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അർജുനന് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? ദേവന്മാർക്കുള്ള സകല ഗുണങ്ങളും ആർക്കുണ്ട്? അപ്പൊ ആ ഗുണങ്ങളൊക്കെ നമുക്കും നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മളും നന്മയുടെ പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കും ദേവന്മാരുടെ ഗുണങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും, ഇല്ലേ? അസുരന്മാരുടെ ഗുണത്തെക്കുറിച്ച് ഭഗവത്ഗീതയിൽ ഇനി വിവരിക്കുന്നുണ്ട്. അത് ദേവാസുര വിഭാഗമൊക്കെ നമുക്ക് ആ അധ്യായം എത്തുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നന്മ എന്താണ് തിന്മ എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? ഇത് പഠിക്കാതെ നമ്മൾ ബാക്കിയുള്ളവരെ ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവോ? കുറ്റം പറഞ്ഞാൽ ശരിയാവോ? അപ്പൊ ആധികാരികമായി അർജുനൻ ചെയ്തതുപോലെ ഭഗവത്ഗീത എല്ലാം പഠിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാനും നമ്മുടെ സ്വന്തം ജീവിതത്തിനെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകാനും അതുകൊണ്ട് നമുക്ക് കഴിയും, അല്ലേ? അപ്പൊ ഭഗവത്ഗീത പഠിക്കാത്തത്തോളം കാലം നമുക്ക് ജീവിതത്തിനെ നേരെയാക്കി കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. കാരണം പറയാം, നമ്മളിപ്പോഴേ യഥാർത്ഥത്തിൽ നമുക്കിപ്പോ ഉള്ള ബുദ്ധി എന്ത് ബുദ്ധിയാണ് ഇപ്പോൾ ഉള്ളത്? അധമ്മ ബുദ്ധിയാണ്. ഇപ്പൊ നമുക്കുള്ള ബുദ്ധി താഴ്ന്ന ബുദ്ധിയാണ് ഇപ്പൊ നമുക്കുള്ളത്. താഴ്ന്ന ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്യും. ഇതിനെയാണ് താഴ്ന്ന ബുദ്ധി എന്ന് പറയുന്നത്. ഇപ്പൊ താഴ്ന്ന തലത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമ്മളിപ്പോ ഒരുത്ത അപ്പുറത്ത് കള്ളു വിളിച്ചാൽ നമ്മളും അത് ചെയ്യും. നമ്മളെ വീട്ടിന്റെ അപ്പുറത്ത് ഒരുത്ത കോഴിയെ വെട്ടി തിന്നാണ്ട് നമ്മളും അത് ചെയ്യും. അപ്പുറത്ത് ഒരുത്ത മോഷണം ചെയ്ത് കഴിഞ്ഞാൽ ഞാനും അത് മോഷണം ചെയ്യും. കണ്ടിട്ട് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നതിനെ കണ്ട് അനുകരിക്കുക. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. ഇതിനെയാണ് താഴ്ന്ന ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഉത്തമ ബുദ്ധി നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഉയർന്ന ബുദ്ധി ഭഗവാന്റെ സഹവാസം കൊണ്ട് കിട്ടും, ഇല്ലേ? ഉത്തമൻ, പരമ ദിവ്യ ഉത്തമ പുരുഷൻ എന്ന് ആർക്ക് പേരുണ്ട്? പരമ ദിവ്യ ഉത്തമ പുരുഷൻ ആരാണ്? കൃഷ്ണൻ. അപ്പൊ ആ കൃഷ്ണനുമായിട്ടുള്ള സംസർഗം കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ബുദ്ധി കിട്ടുള്ളൂ? ഉത്തമ ബുദ്ധി കിട്ടുള്ളൂ. അപ്പൊ ഉത്തമ ബുദ്ധി ആരുടെ കൈവശമുണ്ട്? അത് 10-ാമത്തെ അധ്യായത്തിനകത്ത് 10-ാമത്തെ ശ്ലോകം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പൊ പഠിക്കണ്ട, ഇപ്പൊ പഠിക്കുന്ന സമയമായില്ലേ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ടേ, ഇല്ലേ? അപ്പൊ ആ ബുദ്ധി നമുക്ക് യഥാർത്ഥ ഉത്തമ ബുദ്ധി ആര് തരും? ഇപ്പൊ നമ്മളെ കയ്യിലുണ്ടോ അത്? ഇല്ലാത്ത കാര്യമല്ലേ ഭഗവാൻ തരേണ്ടതായിട്ടുള്ളൂ. ഉള്ളത് ഭഗവാൻ തരണമെന്ന് പറയൂ വീണ്ടും. കാലും കൈയും തരാമെന്ന് പറഞ്ഞോ? എന്തുകൊണ്ട്? നമുക്ക് നേരത്തെ തന്നിട്ടുണ്ടല്ലോ. ആണോ? ബുദ്ധി ഇല്ല എന്നുള്ളത് ആർക്കറിയാം? ഇപ്പൊ നമ്മളെ കൈവശമുള്ള ബുദ്ധി എന്താണെന്ന് ആർക്കറിയാം? വേണ്ടാധീനം ചെയ്യുന്ന ബുദ്ധിയാണ് ഇപ്പൊ കയ്യിലുള്ളതെന്ന് ആർക്കറിയാം? അതുകൊണ്ട് 10-ാമത്തെ അധ്യായം ഇനി വീട്ടിൽ ചെന്നിട്ട് വായിച്ചു നോക്കിയാൽ മതി. 10-ാമത്തെ അധ്യായത്തിന് 10-ാമത്തെ ശ്ലോകത്തിനകത്ത് കിട്ടാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കയ്യിൽ ഉത്തമ ബുദ്ധിയൊന്നും ഇല്ല, അത് ഞാൻ തരാം, അപ്പോഴേ കിട്ടുള്ളൂ. ഇപ്പൊ ഉള്ള ബുദ്ധി ഈ വേണ്ടാധീനം ചെയ്യുന്ന ബുദ്ധിയാണ് കയ്യിലുള്ളത്. വേണ്ടാധീനം ചെയ്യുന്ന ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ അയൽവക്കത്തുള്ള വീട്ടില് കോഴിയെ പൊരിക്കുന്ന മണം കണ്ടാൽ നമ്മളും കോഴിയെ മേടിച്ച് പൊരിക്കും. ഇത് ഇപ്പൊ ഉള്ള ബുദ്ധിയിലാണ് ചെയ്യുന്നത്. ബുദ്ധിയുണ്ട്, കടയിൽ പോയി മേടിക്കാനും കൊണ്ടുവരാനും വെട്ടാനും മുളകൊടിയിട്ടും പൊരിക്കാനും ഒക്കെ ബുദ്ധിയുണ്ട്. അത് ബുദ്ധിയിലേക്ക് ചെയ്യാൻ പറ്റൂ? പറ്റൂ? തോക്കുണ്ടാക്കാനുള്ള ബുദ്ധി ഉണ്ടോ? ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള ബുദ്ധി ഉണ്ടോ? ഉണ്ട്. ആറ്റം ബോംബ് ഇട്ടില്ലേ നമ്മൾ? അപ്പൊ ബുദ്ധി ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റൂ? മറ്റുള്ളവരെ പുറത്ത് ബോംബിടാനുള്ള പ്ലെയിൻ ഉണ്ടാക്കാനുള്ള ബുദ്ധി ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതിനെയാണ് അധമ ബുദ്ധി എന്ന് പറയുന്നത്. അധമ ബുദ്ധിയാണ് ഇപ്പൊ ഉള്ളത്. ഇതല്ലേ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്, ആണോ? അപ്പൊ ഉത്തമ ബുദ്ധി എന്താണ്? മറ്റുള്ള ജീവജാലങ്ങളോട് ദയ, ക്ഷമ, അല്ലേ? ഒന്നിനെ ഹിംസിക്കാതിരിക്കുക, അല്ലേ? ഇതൊക്കെ ഉണ്ടാവും നമുക്ക്. അത് ആരുടെ സംസർഗം ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടും? അത് ആരുടെ കയ്യിലാണുള്ളത്? ഈ ഗുണങ്ങളൊക്കെ, ഇല്ലേ? ദേവന്മാരുടെയും ഭഗവാന്റെയും കയ്യിലാണുള്ളത്. അപ്പൊ ആ സംസർഗം കൊണ്ട് മാത്രമേ നമുക്ക് ഉണ്ടാവൂ. അതുകൊണ്ടാണ് നമ്മൾ സംസർഗം ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് കൂടണം എന്ന് പറയുന്നത്? സത്സംഗം. ഇപ്പൊ നമുക്കുള്ളത് എന്താണ്? ദുസ്സംഗം. ദുസ്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിനകത്ത് വേണ്ടതിനെ കാണിക്കും, നമ്മളും കാണിക്കും, അല്ലേ? അനുകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ടേയിരിക്കും. ഒരു കള്ളൻ വേറൊരു കള്ളനെ അനുകരിക്കും. ഇതല്ലേ ചെയ്യുന്ന? ഒരു വഞ്ചകൻ വേറൊരു വഞ്ചകനെ അനുകരിക്കും, ഇല്ല? ഇതല്ലേ ചെയ്യുന്നത്? ഒരു പിടിച്ചുപറിക്കാരൻ വേറൊരു പിടിച്ചുകാരനെ അനുകരിക്കും. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്,
ഇല്ല, എന്തിനെ നമ്മൾ അനുകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഇത് ശരിയാണോ തെറ്റാണോ നമ്മൾ വിവേചിച്ച് നോക്കാറുണ്ടോ? ഉണ്ടോ? വിവേചന ബുദ്ധി നമുക്കുണ്ടോ ഇപ്പൊ? ഇല്ല, വിവേചന ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വെറും മനുഷ്യ ശരീരം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അർജുനൻ ഈ അവസ്ഥകളെല്ലാം കണ്ടിട്ട് എന്നാലും ഇത്രയും വിവേചന ബുദ്ധി ഇല്ലാതെ ഇവന്മാരെല്ലാം കൂടെ ഈ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇല്ലേ, ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു. സ്ത്രീകൾ നശിച്ചു പോകുന്നൊക്കെ പറഞ്ഞില്ലേ, ഇല്ലേ? കുലങ്ങളൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നരകത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ അർജുനൻ എവിടെ നിന്ന് മനസ്സിലാക്കി? വേദങ്ങൾ പഠിച്ചിട്ടുണ്ട് അർജുനൻ, ഇല്ലേ? വേദങ്ങൾ ഇത് വെറുതെ അർജുനൻ ചുമ്മാ പറയുന്നതല്ല. വേദങ്ങളുടെ അകത്ത് നരകത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആരും മനസ്സിലാക്കിയിട്ടുണ്ട്? അർജുനൻ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അർജുനൻ പറഞ്ഞത് ദേവന്മാരെല്ലാം നരകത്തിൽ പോകാൻ വേണ്ടി റെഡിയായി വന്നിരിക്കുകയാണ് ഭഗവാനെ. ഒരു ബുദ്ധിയില്ലാതെ കഴുതകൾ കിട്ടിയ മനുഷ്യ ജീവിതത്തിന് വേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നെല്ലാം ആരോട് പറഞ്ഞു കേൾപ്പിച്ചു? അർജുനൻ ഭഗവാനോട് ഇതെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റില് അർജുനൻ പറഞ്ഞു, ഇനി ഇതെന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, ഞാൻ ദാ ഇവിടെ ഇരിപ്പാണ്, യുദ്ധം ചെയ്യാനും എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, ഞാൻ എവിടെയെങ്കിലും പോയി ഭിക്ഷ യാചിച്ച് വല്ലോ ജീവിച്ചോളാം, ഇല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് 29ാമത്തെ ശ്ലോകത്തിന്റെ അകത്തെ ഭാവാർത്ഥത്തിനകത്ത് ശ്രീ പ്രഭുപാദന് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അർജുനനെ ഇത്തരത്തിലുള്ള ഈ ഒരു ഭയം, ഈ ഒരു മൃത്യുഭയം എന്നാണ് അതിന്റെ പർപ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. മൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണഭയം. മറ്റുള്ളവർ മരിച്ചു പോകും എന്നൊക്കെയല്ലേ അർജുനൻ പറയുന്നത്, അല്ലേ? അപ്പൊ ആ ഒരു മരണഭയം നമുക്ക് പിന്നീട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയായ ആ ഭഗവാനിലുള്ള ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിലും ശരിയായ അറിവ് നമുക്കില്ല. ശരിയായ കാര്യങ്ങള് മനസ്സിലാക്കാനുള്ള ഒരു അറിവില്ലാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഭയം ഉണ്ടാവാൻ തുടങ്ങും, ഇല്ലേ? ഇപ്പൊ ഇരുട്ടത്ത് അങ്ങോട്ട് ഇറങ്ങുമ്പോ അപ്പുറത്ത് കുഴിയുണ്ടോ കുന്നുണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഉടനെ എന്ത് വരും? ഇല്ലേ? അപ്പൊ നാളെ ഇനി എന്ത് നടക്കാൻ പോണെന്ന് നമുക്ക് അറിയില്ല. അറിയാമോ? നാളെ എന്ത് നടക്കാൻ പറ്റുമെന്ന് അറിയാമോ? അപ്പൊ നാളെ ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഭയന്നാണ് നടക്കുന്നത്. നാളെ ഇനി എന്താവും ജീവിതത്തിൽ, കാര്യങ്ങളൊക്കെ നടക്കുമോ, ഇല്ലേ? ഇങ്ങനെയുള്ള ഒരു ഭയം നമുക്കില്ലേ? അപ്പൊ അർജുനനും ഇപ്പോഴേ മുൻകൂട്ടി യുദ്ധം നടന്നിട്ടില്ല. യുദ്ധം ഇവിടെ നടന്നിട്ടില്ല. അതിനു മുമ്പേ അർജുനൻ ഇവിടെ എന്ത് തീരുമാനം എടുത്ത്? യുദ്ധം വേണ്ടെന്ന് തീരുമാനിച്ചു. നാളെ എന്താവും എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇന്നേ തന്നെ ആരും പരിപാടി നിർത്തി. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അർജുനൻ പരിപാടി നിർത്തി അവിടെ ഇരിപ്പായി, ഇല്ലേ? അപ്പോ ഇവിടെ ശ്രീമദ് ഭാഗവത്തിന്റെ അകത്ത് പിന്നീട് 11ാമത്തെ കേണ്ടം 2:37 ഇത് 30ാമത്തെ ശ്ലോകത്തിന്റെ അകത്ത് അതിൽ പർപ്പോട്ടിൽ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശ്ലോകം കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒരാളില് കൂടുതലായിട്ടുള്ള പിന്നീട് ഭയവും പിന്നീട് മാനസിക വിഭ്രാന്തി ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ മനസ്സിനകത്തുണ്ടാകുന്ന ഒരു ദൗർബല്യമാണ്. ഇതാണ് നമുക്ക് ഭയം ഉണ്ടാകാനുള്ള പ്രധാന കാരണമായിട്ട് അത് ആ ഭാഗവതത്തിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകം 30ാമത്തെ ശ്ലോകത്തിന്റെ അകത്ത് പറഞ്ഞു. അത് നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഭയം ഉണ്ടാകുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? മാനസികമായ ആ ഒരു ദൗർബല്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്, അല്ലേ? ദൗർബല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ശരീരം മരിച്ചു പോകണു, ഇങ്ങനെയൊക്കെയുള്ള ശരിയായ അറിവില്ലാത്തതാണ് നമുക്ക് ദൗർബല്യത്തിന്റെ കാരണം. അതാണ് ശരിയായ അറിവില്ല, അജ്ഞാനം എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ശരിയായ അറിവ് നമുക്ക് ലഭിക്കാത്തത്തോളം കാലം നമുക്ക് വിഭ്രമമൊക്കെ ഉണ്ടാവും, ഭയവും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഭയവും വിഭ്രമവും ഒക്കെ നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നേടണം? ശരിയായ അറിവ് നമ്മൾ നേടിയെടുക്കണം. അപ്പൊ ഈ ശരിയായ അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? എല്ലാ അറിവിന്റെയും ഉറവിടം എവിടെയാണ്? ഭഗവാൻ 6 ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതില് ഒരു ഗുണം, എല്ലാ അറിവിനും ഉറവിടം ഭഗവാനാണ്. ഗീത പറഞ്ഞതാര്? കൃഷ്ണനാണ് പറഞ്ഞത് ഗീത, അല്ല വേറെ ആരുമല്ല, അല്ലേ? ഇല്ലേ? അപ്പൊ അർജുനനെ ഗീത പറഞ്ഞ് ഉപദേശിച്ച് ആ അർജുനന്റെ മനോദൗർബല്യവും വിഭ്രമവും ഒക്കെ മാറ്റിയതാരാണ്? ഇല്ലേ? കൃഷ്ണനാണ്. അപ്പൊ ആ ഗീത പഠിക്കാത്തടത്തോളം കാലം നമ്മുടെ മനസ്സിനകത്തുള്ള ദൗർബല്യവും വിഭ്രമവും ഭയവും ഒക്കെ മാറുമോ? ഒരിക്കലും മാറും. അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഇനി എന്തൊക്കെ ആഹാരം കഴിച്ചാലും, ഇനി എത്രയൊക്കെ കിടന്ന് ഉറങ്ങി നോക്കി കഴിഞ്ഞാലും, ആരോടൊക്കെ സഹവാസം ഉണ്ടായിരുന്നാലും ഗീത പഠിക്കാതെയോ അല്ലെങ്കിൽ സത്സംഗത്തിൽ കൂടാതെയോ ഹരിനാമം ഭഗവാന്റെ നാമം ജപിക്കാതെയോ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മാറില്ല. അത് 100% ഉറപ്പാണ്. അങ്ങനെ മാറുവാനുണ്ടെങ്കിൽ അർജുനന് മാറുക. അർജുനൻ സാധാരണ വ്യക്തിയല്ലല്ലോ. അർജുനൻ ഇതെല്ലാം ഇവിടെ ഉണ്ടായില്ലേ? ഭയന്നില്ലേ അർജുനൻ?
ഇല്ലേ? സ്വന്തം പ്രവൃത്തിയിൽ നിന്നും പിന്മാറിയില്ലേ? ഇല്ലേ? ക്ഷത്രിയൻ എന്നുള്ള നിലയിൽ യുദ്ധം ചെയ്യേണ്ട ആളായിരുന്നു, ഇല്ലേ? പിന്മാറിയില്ലേ? ഇല്ലേ? ഭയന്ന് മാറിപ്പോയില്ലേ? ഇല്ലേ? അവർ മറ്റുള്ളവർ മരിച്ചു പോകും. അപ്പൊ അതിന്റെ കാരണം എന്താണ്? ശരിയായ കാര്യങ്ങളെ കുറിച്ചുള്ള ശരിയായ വിവേചന ബുദ്ധിയില്ല, അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ആ കഴിവുകേടാണ് ഈ കുഴപ്പങ്ങൾക്ക് കാരണം. അങ്ങനെ ആ 30ാമത്തെ ശ്ലോകത്തിനകത്ത് അർജുനൻ പറഞ്ഞെന്താണെന്ന് അറിയാമോ? നിമിത്താനി വിപരീതാനി എന്നീ വാക്കുകളൊക്കെ പറഞ്ഞാണ് പറഞ്ഞത്. ഞാൻ എല്ലായിടത്തും ദുശകനം കാണുന്നു. ഇല്ലേ? നമ്മളും അതുപോലെ തന്നെ പറയും, ഇതിലേ കൂടെ പോകരുതേ, അതിലേ കൂടെ പോകരുതേ, പോയാൽ കുഴപ്പമുണ്ട്. അയ്യോ മറ്റാൾ തീർത്ഥം വന്നപ്പോ പ്രശ്നമായിപ്പോയി, അയ്യോ നാള് നോക്കിയില്ല, അയ്യോ കുഴപ്പം, കല്യാണം പൊട്ടിപ്പോവും. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ശകുനങ്ങൾ പറഞ്ഞ് നമ്മൾ ഓരോന്നും അത് ചെയ്യുള്ളൂ. ആണോ അല്ലയോ? പറയില്ലേ? എല്ലാ അതും ഇതും നോക്കിയിട്ടാണ് പറയുന്നത്. അർജുനനോട് ഇത് എന്നാ പറഞ്ഞത്? വിപരീതാനി, ഇല്ലേ? നിമിത്താനി വിപരീതാനി എന്ന വാക്ക് ആ ശ്ലോകത്തിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. 30ാമത്തെ ശ്ലോകം എടുത്ത് വായിച്ചു നോക്കും. ഞാൻ എവിടെയും ശകുനങ്ങൾ, ദുശകനം കാണുന്നു. അതാണ് ഇതാണ് നമ്മൾ പറയുന്നത്. ഒരു കാക്ക വിളിച്ച് എന്തോ പ്രശ്നം വരാൻ പോവുകയാണ്, അല്ലെ പട്ടി മോങ്ങി എന്നൊക്കെ നമ്മൾ പറയില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണ്? മനസ്സിനകത്ത് അതും ഇതും തോന്നി എവിടെയെങ്കിലും ആരെങ്കിലും അറിയാൻ വയ്യാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഒപ്പിയെടുത്തിട്ട് നമ്മൾ വിചാരിക്കുന്നു പട്ടി മോങ്ങിയോണ്ട് കാലം വരാൻ പോവുകയാണ്, അതാണ് ഇതാണ്, അല്ലെങ്കിൽ അങ്ങനെ പറ്റൂ, ഇതാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് അതും ഇതും പറയാൻ തുടങ്ങി. ഇല്ലേ? ഇല്ലേ? അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ അതെന്തുകൊണ്ടാണ്? ആ ശരിയായ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വയ്യാതെ വരുന്നത് കൊണ്ടാണ് നമുക്കും ഇങ്ങനെ ഉണ്ടാവുന്നത്. അർജുനൻ ഇവിടെ ഇത് തന്നെ സംഭവിച്ചു. അർജുനൻ പറഞ്ഞു, ഞാൻ എല്ലായിടത്തും ഇവിടുത്തെ ഈ അവസ്ഥകളൊക്കെ കണ്ടപ്പോ എനിക്ക് എന്തോ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോണതായിട്ടൊക്കെ എനിക്ക് തോന്നുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വില്ലൻ ചരവും എല്ലാം താഴെ വെച്ചത്. 30ാമത്തെ ശ്ലോകത്തിന്റെ അകത്ത് വായിച്ചാൽ നിങ്ങൾ കാണാൻ പറ്റും. അതിനകത്ത് ഇതിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? ഇല്ലേ? അവസാനം പറഞ്ഞു, ഈ യവന്മാര് വന്ന് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കി 41ാമത്തെ ശ്ലോകത്തിനകത്ത് പറഞ്ഞു. എന്താ പറഞ്ഞത്? യവന്മാർ ഇതെല്ലാം ചെയ്ത് എല്ലാവണ്ണവും ചത്തൊടുങ്ങും. ചത്തൊടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കുലം മുടിച്ചവന്മാർക്ക് എല്ലാവർക്കും നരകത്തിലും പോവേണ്ടി വരും. അവസാനം ഒരു ശാപ വാക്ക് കൂടെ കൊടുക്കും. നമ്മൾ പറയാടാ, നീയൊക്കെ ചത്തിഞ്ഞ് നരകത്തിലോട്ട് പോകത്തേ ഉള്ളൂ, പറയൂല്ലയോ? ചിലപ്പോൾ നമ്മൾ പ്രാകും ആൾക്കാരെയൊക്കെ പറയും, ഞാൻ ഇത്രയും പറഞ്ഞിട്ടൊന്നും നിങ്ങൾ കേട്ടില്ലല്ലേ, നീയൊക്കെ ചത്ത് നരകത്തിൽ പോകത്തേ ഉള്ളൂ. അതേപോലെ 41ാമത്തെ ശ്ലോകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കുലം മുടിച്ചവർക്കും മിശ്ര പിന്നീട് സന്തതികളൊക്കെ ഉണ്ടായി എല്ലാം നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. പ്രാവയും കൂടെ ചെയ്തു. ആര്? അർജുനൻ. 41ാമത്തെ ശ്ലോകത്തിനകത്ത് എടുത്തു വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഇല്ല, നമ്മളും പ്രാകാറുണ്ട്, എല്ലാം നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെയൊക്കെ വേറെ ആരെങ്കിലും നമ്മൾ പ്രാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നന്മ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യും. ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നന്മ ഉള്ളത് കൊണ്ടാണ്. അത് സത്യമാണ്. അർജുനൻ അതാണ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ആരെയും പറയില്ല, കഠിനഹൃദയൻ ഒന്നും മിണ്ടത്തേ ഇല്ല. ഇവിടെ സത്സനം കൂടാൻ വേണ്ടി ഇദ്ദേഹത്തിന് ഈ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്ത് ബിസിനസ് ചെയ്ത് കുറച്ച് കാശുണ്ടായിക്കൂടെ? ഇത്രയും വണ്ടി ഓടിച്ച് ഇവിടെ ഇരുട്ടത്ത് വന്ന് അതും ഇത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ലേ? അപ്പൊ കഠിനഹൃദയിലൊന്നും സത്സംഗം കൂടാനും ആൾക്കാരെ കൂട്ടാനും ഒന്നും ആരും വരാറില്ല. വരുമോ? വരത്തില്ല. അവർക്ക് ഇതിന്റെ ആവശ്യമില്ല. അവരവരുടെ കാര്യം നോക്കി പോയിക്കോളൂ. ഇതിന് സ്വാർത്ഥ ചിന്താഗതി എന്നാണ് പറയുന്നത്. തന്റെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് പോയിക്കോളൂ. ഇതാണ് ഇന്ന് ഈ കലികാലത്തിന്റെ ഏറ്റവും വലിയ ദോഷം. അതെന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? ശരിയായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവില്ല നമുക്ക്. ഇല്ലേ? ഏത് ചെയ്യാൻ പാടുണ്ട്, എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ വയ്യാതെ വരുമ്പോൾ നമുക്ക് ആ വിഷയത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെ ഇവിടെ എന്റെ പിന്നെ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഉപേക്ഷിച്ചിട്ട് അർജുന ഒരിടത്തങ്ങോട്ട് ഇരിപ്പായി കാണുന്നതൊക്കെ പറഞ്ഞിട്ട് അതും ഇതൊക്കെ ചെയ്ത് എല്ലാം നരകത്തിൽ പോകാൻ പോകണം എന്നൊക്കെ വാക്കും പറഞ്ഞു. എല്ലാം കൂട്ടത്തോടെ നരകത്തിന് പോകാൻ പോകണമെങ്കിൽ ഒരു രക്ഷയില്ല കൃഷ്ണ, വല്ല കാര്യം ഉണ്ടായവന്മാരെല്ലാം നരകത്തിൽ പോകാൻ പോകണം, ഇനി വരുന്ന സന്തതികളും എല്ലാം നരകിച്ചു പോകും, പിണ്ടോദക ക്രിയ കിട്ടാതെ പിതൃക്കളും നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രാക്ക് മുടങ്ങുന്നു കൊടുത്തിട്ട് പറഞ്ഞു. ഇല്ലേ? അങ്ങനെ തന്റെ കർത്തവ്യം യഥാർത്ഥത്തിൽ ആരിവിടെ തിരിച്ചു? അർജുനൻ സ്വന്തം കർത്തവ്യത്തിൽ നിന്നും മാറിപ്പോയി. അല്ലേ? പക്ഷേ ആ പിന്നീട് ലോകത്തിന്റെ അകത്ത് ശ്രീധ പ്രഭുപാദര് ഭാഗവത്തിനകത്ത് ഒരു ശ്ലോകം കൊടുത്തിട്ടുണ്ട്. 41ാമത്തെ ശ്ലോകത്തിന്റെ അകത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? നമ്മൾ എന്തൊക്കെ കർത്തവ്യങ്ങൾ ത്യജിച്ചിരുന്നാലും മുക്തിദാതാവായ മുകുന്ദന്റെ ഭക്തിയുത സേവനത്തില് നമ്മൾ വ്യാപൃതരാവുകയാണെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിരുന്നാലും അത് നമുക്ക് ദോഷം ചെയ്യില്ല. ഇല്ലേ? പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകാറുണ്ട്. പക്ഷെ നമ്മൾ ഇല്ലേ, ആ ഭഗവാന്റെ കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും വ്യാപൃതരാണെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ നമ്മുടെ എന്തെങ്കിലും കഴിവുകൾ കൊണ്ട് ഒഴിവായി പോയിരുന്നാലും അതെല്ലാം പൂർണ്ണതയിലെത്തും എന്ന് ആ ദേവർഷി ഭൂതാപ്ത ദൃണാം ന കിങ്കരോ നായ മൃണീ ച രാജൻ സർവാത്മാന ശരണം ശരണ്യം ഗതോ മുകുന്ദം
പരികൃത്യ കടത്തം. ഭാഗവത്തിലെ ശ്ലോകം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏതിനകത്താണ്? ഏത് ശ്ലോകത്തിലാണ് അത് കൊടുത്തേക്കുന്നത്? 41 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഭാഗവത്തിനകത്ത് ശ്ലോകങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഈ ജീവിതത്തിനിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കൃഷ്ണന്റെ നാമം ജപിക്കുകയും ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിത അന്ത്യത്തിൽ നമുക്ക് വിജയമുണ്ടാകും, ഉറപ്പാണ്. അതാണ് ആ ഭാഗവത്തിന്റെ അകത്ത് ആ ശ്ലോകം കൊണ്ട് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മള് പിന്നീട് ഇവിടെ ചിലർ പറയാറുണ്ട്, പിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിന്റെ എല്ലാം പോയി എന്ന് പറയും, അല്ലേ? അങ്ങനെ പറയാതെ കുട്ടികളെ വളർത്തി നേരെയാക്കിയില്ലെങ്കിൽ എല്ലാം പോകും എന്നൊക്കെ പറയും. നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്ത് പൂർണ്ണതയിൽ എത്തിയിട്ടും ഭഗവാന്റെ ചരണം പ്രാപിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം പരിപൂർണതയിലാവോ ചെയ്ത കാര്യങ്ങൾ ജീവിതം? ഒരിക്കലും. അപ്പൊ അതാണ് ഭാഗവത്തിനകത്തുള്ള ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരുന്നാലും പൂർണ്ണതയിൽ എത്തിയില്ലെങ്കിലും ഭഗവാന്റെ പാദത്തിൽ നമ്മൾ ശരണാഗതി നേടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പരിപൂർണതയിലെത്തും. അപ്പൊ അർജുനൻ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ടത് എന്തായിരുന്നു? തെണ്ടി തിരിഞ്ഞ് എവിടെയെങ്കിലും ഞാൻ പോയി ഒളിച്ചിരുന്നോളാന്നാണ് പറഞ്ഞത്. ആരെടുത്ത്? ഇപ്പൊ ഈ സമയത്ത് അർജുനന് ഭഗവാൻ ആരാണെന്ന് അറിയാമായിരുന്നോ? നമുക്കറിയാമോ? ഈ ഇരിക്കുന്നവർക്കൊക്കെ അറിയാമോ? ഇനി അടുത്ത അധ്യായങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ നമുക്കും ഭഗവാൻ ആരാണെന്ന് അറിയാൻ പറ്റൂ. ഇപ്പോൾ അർജുനനും അറിഞ്ഞൂടാ ഭഗവാൻ ആരാണെന്ന്. അറിയാമോ? നമുക്കും ഭഗവാൻ ആരാണെന്ന് അറിയാൻ വയ്യാതെ അതും ഇതും പറഞ്ഞുകൊണ്ട് ഓരോന്നും ചെയ്തുകൊണ്ട് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ജോലി ചെയ്യും, ചിലപ്പോൾ ചെയ്യൂല. മനോദൗർബല്യത്തിനകത്ത് അല്ലെ? ചിലപ്പോൾ ആൾക്കാരെ വഴക്ക് പറയും, ചിലപ്പോൾ നല്ലത് പറയും. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നും ചെയ്തോണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മള് നിരന്തരം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം ആര് ചെയ്തു തരും? ഇല്ലേ? ഇപ്പൊ അർജുനൻ ഇവിടെ ആരെ ശരണം പ്രാപിച്ചിരിക്കല്ലേ? ഇല്ലേ? അത് അടുത്ത അധ്യായം തുടങ്ങുമ്പോൾ ആ ശരണാഗതി നമുക്ക് കാണാൻ പറ്റും. അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിനകത്ത് അത് കാണാൻ പറ്റും, വളരെ വ്യക്തമായി കാണാൻ പറ്റും. ഭഗവാനും അർജുനനെ ഉപദേശിക്കുന്നതിന് നമുക്ക് കേൾക്കാൻ പറ്റും, ഇല്ലേ? എന്തൊക്കെയാണ് നമുക്കും വേണ്ടതെന്ന് അതിലൂടെ നമുക്കും മനസ്സിലാക്കാൻ കഴിയും. അപ്പോ നമുക്കും പിന്നീട് ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അർജുനൻ സ്വന്തം അനുഭവത്തിലല്ല പറഞ്ഞത്. അർജുനൻ ആധികാരികമായ ആ സ്രോതസ്സുകളിൽ നിന്നും വേദങ്ങളൊക്കെ പഠിച്ചിട്ട് അതിനെ മുൻനിർത്തിയാണ് അർജുനൻ ആരോട് വാദിച്ചത്? ഭഗവാനോട് സംസാരിക്കുകയും ബാധിക്കുകയും ചെയ്തു. അപ്പൊ നമ്മളും എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ശാസ്ത്രങ്ങൾ പഠിച്ചുകൊണ്ട് വേണം നമ്മളും പറയാനും കേൾക്കാൻ. അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഏതെങ്കിലും അമ്മച്ചാരോ അപ്പൂപ്പന്മാരായിരുന്നിട്ട് അന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അതും പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയായ വഴിക്ക് പോകത്തില്ല. അതിന് മുടന്ത ന്യായങ്ങളായിട്ട് വരും, ഇല്ലേ? അപ്പൊ ന്യായശാസ്ത്രമുണ്ട്, അത് വേദങ്ങളാണ്. വേദങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കും മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന്. അപ്പൊ ആദ്യം വേണ്ടത് എന്താണ്? ഭഗവാന്റെ കരുണയാണ് നമുക്ക് വേണ്ടത്, ഇല്ലേ? അല്ലേ? ഭഗവാൻ വളരെ കരുണാമയനാണ്. അപ്പൊ നമുക്ക് ഈ സത്സംഗം തുടർന്നു പോകുന്നതിന് വേണ്ടി നമ്മൾ ആരോട് തന്നെ പ്രാർത്ഥിക്കണം? ഭഗവാനോട് നിരന്തരം നാമം ജപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ബാക്കി കാര്യങ്ങൾ ഇദ്ദേഹം വന്ന് ചെയ്തു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. വളരെ ഗംഭീരമായ ക്ലാസ്സാണ് പ്രഭു കേൾക്കാൻ കഴിയുന്നത്. പ്രഭുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭക്തി ശാസ്ത്രം എന്ന് പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഇന്നത്തെ ക്ലാസ്സിലൊക്കെ ഉണ്ട്. അപ്പൊ പ്രഭുവിന്റെ ഇനിയും നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കാനുള്ള ഭാഗ്യം തരട്ടെ. വളരെ നന്ദിയോടുകൂടി ഞാൻ നമുക്ക് നമ്മൾ